ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് AI പവേർഡ് ബിസിനസ് ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിനെ എങ്ങനെ ബുദ്ധിപരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. AI പവേർഡ് ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് ഇതിൻ്റെ മീനിങ് പഠിക്കുക. AI പവേർഡ് ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജീസ് ഇൻ ബിസിനസ് ഇൻ്റലിജൻസ് സിസ്റ്റം. ബിസിനസ്സിൻ്റെ ഇൻ്റലിജൻസ് സിസ്റ്റത്തിൽ AI ഡ്രിവൺ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ അനാലിസിസും ഡെസിഷൻ മേക്കിങ്ങും ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് വേണ്ട ആവശ്യമുള്ള ഡാറ്റകളെ കളക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ആക്യുറേറ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഓർഗനൈസേഷനിൽ കൃത്യമായി ട്രെൻഡും പ്രോബ്ലം സോൾവിങ്ങിനും ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ബിസിനസ് ഇൻ്റലിജൻസ് ആൻഡ് AI ഇൻ്റഗ്രേഷനിൽ പ്രധാനമായിട്ട് പറയുന്നത് ബിസിനസ്സിൻ്റെ ബുദ്ധിപരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യേണ്ടത്. നമ്മൾ കൃത്യമായി പറഞ്ഞു, ഡാറ്റേനെ കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾസും സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് പഴയ കാലത്തുള്ള ബിസിനസ് ഇൻ്റലിജൻസിനെ ഒന്നും കൂടിയിട്ട് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ഇൻസൈറ്റോട് കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കും. ഇങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഓർഗനൈസേഷന് വളരെ ഫാസ്റ്റായിട്ടും അതേപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള ഡെസിഷൻസ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള AI ടെക്നോളജി എന്ന് പറയുന്ന മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള അനലിറ്റിക്സ്, ഓട്ടോമേഷൻ ടൂൾസ്, ഇതൊക്കെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഇൻ്റലിജൻസ് സിസ്റ്റത്തിലേക്ക് വേണ്ടതായിട്ടുള്ള AI പവേർഡ് ടൂൾസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ടെക്നോളജിയെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിങ്ങിലൂടെ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റകളെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ ഈ ഒരു മെഷീൻ ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് ലേൺ ഫ്രം ഡാറ്റ. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളിൽ നിന്ന് തന്നെ കമ്പ്യൂട്ടേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും സാധിക്കും. അതുവഴി ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിലൂടെ കൃത്യമായിട്ട് ഈ കൊടുക്കുന്ന ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവ് വരെ എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് എന്താണ്, പാറ്റേൺ എന്താണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസിനസ്സുകൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ ഇവരുടെ കസ്റ്റമർ ബിഹേവിയർ എന്തായിരിക്കും, ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എളുപ്പമാവും. ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുക വഴി നമുക്ക് കൂടുതൽ ആക്യുറേസി ഇൻക്രീസ് ചെയ്യാനും എഫിഷ്യൻസി കൂട്ടാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെയാണ് പറഞ്ഞത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് കമ്പ്യൂട്ടേഴ്സിന് എളുപ്പത്തിൽ തന്നെ ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇതിലൂടെ തന്നെ ആരാണോ ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്, അവർക്ക് ടെക്സ്റ്റ് ആയിട്ടും വോയിസ് കമാൻഡ് ആയിട്ടൊക്കെ മെസ്സേജുകൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ബിസിനസ് യൂസ് NLP ഇൻ ചാറ്റ് ബോട്ട്സ്, കസ്റ്റമർ സപ്പോർട്ട്, ഡാറ്റ അനാലിസിസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ NLP യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹ്യൂമൻ ആൻഡ് മെഷീൻസ്, അതായത് മനുഷ്യരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടെക്നോളജിയാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും നമുക്ക് കിട്ടിയ ഓൾറെഡി ഉള്ള ഡാറ്റകളെ, മുൻവർഷങ്ങളിലെ ഡാറ്റകളെ കളക്ട് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ എന്തായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഔട്ട്കം എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക, മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുക. ഇതിലൂടെ നമുക്ക് ബിസിനസ്സിനെ കൃത്യമായിട്ട് റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും ബിസിനസ്സിന് എവിടെയൊക്കെയാണ് കൂടുതൽ സാധ്യതകളുള്ളതെന്നുള്ളതും എന്തൊക്കെയാണ് നമ്മുടെ കസ്റ്റമറുടെ നീഡ്സ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കമ്പനീസ് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് സെയിൽസ് ഫോർകാസ്റ്റിങ്ങിനും മാർക്കറ്റ് അനാലിസിസിനും വേണ്ടിയിട്ടാണ്. ഭാവിയിൽ അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം സെയിൽസ് ഉണ്ടായിരിക്കും ആൻഡ് മാർക്കറ്റിൻ്റെ കണ്ടീഷനും അത് എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു ടെക്നോളജിയിലൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്ന, നല്ല പ്ലാനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കിങ്ങിനും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്.
ഈ നാലാമത്തെ ടെക്നോളജിയാണ് ഓട്ടോമേഷൻ ടൂൾ എന്ന് പറയുന്നത്. ഓട്ടോമേഷൻ ടൂൾ പെർഫോം റെപ്പിറ്റേറ്റീവ് ടാസ്ക് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് മച്ച് ഹ്യൂമൻ എഫേർട്ട്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് വരുന്നത് ഒരു മനുഷ്യൻ ഓരോ ദിവസവും ചെയ്യുന്ന ഒരേ ടാസ്കുകൾ അവർക്ക് പ്രത്യേകിച്ച് മടുപ്പ് ഉളവാക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇവിടെ മെഷീൻ ആയിരിക്കും തുടർച്ചയായിട്ടും നിരന്തരമായിട്ടും ഒരേ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളെ പെർഫോം ചെയ്യുക, അതും ഓട്ടോമേഷൻ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ ആക്കി മാറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 10 ആളുകൾ ചെയ്യേണ്ട ഒരു ജോലിയാണ് വെച്ചാൽ ചിലപ്പോൾ ഒരു മെഷീൻ നമുക്ക് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് എറേഴ്സ് ഉണ്ടാവുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും കസ്റ്റമറുടെ സർവീസുകളെ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓട്ടോമേഷൻ ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ പരമാവധി നമ്മളെല്ലാറ്റിലും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഇതുവഴി സഹായകമാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ് ഇൻ്റലിജൻസിൽ AI യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്.